മലയാള മനോരമ ദിനപത്രത്തിനെതിരെ കേസ് കൊടുക്കാൻ CPIM തീരുമാനിക്കുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ മാധ്യമപ്രവർത്തകരെ അറിയിച്ചതാണ് ഇക്കാര്യം. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാണ് ഇക്കാര്യം MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തിൽ തന്നെയാണ് CPIM ഈ തീരുമാനമെടുത്തത് എന്നത് വ്യക്തമാകുന്നുണ്ട്. സാധാരണ മാധ്യമ വാർത്തയെ സംബന്ധിച്ച് വ്യക്തികൾ ദിനപത്രങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ കേസ് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രധാന മാധ്യമത്തിനെതിരെ, മാധ്യമ സ്ഥാപനത്തിനെതിരെ കേസ് കൊടുക്കും എന്ന് പ്രഖ്യാപിക്കുന്നത്. മലയാള മനോരമയ്ക്കെതിരെയാണ് കേസ് കൊടുക്കുക എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നില്ല. പക്ഷേ MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ദേശിച്ച, CPIM ഉദ്ദേശിച്ച വാർത്ത ആദ്യം കൊടുത്ത ഒരു പത്രം മലയാള മനോരമയാണ്. 2024 നവംബർ 26 ചൊവ്വാഴ്ചയിലെ ദിനപത്രത്തിൽ മലയാള മനോരമ പത്രത്തിൻ്റെ 11ാം പേജിൽ വന്ന ഒരു വാർത്ത. ആ വാർത്തയ്ക്കെതിരെയാണ് കേസ് കൊടുക്കും എന്ന് ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. ജമാഅത്തെ ഇസ്ലാമിയുമായി SDPIയുമായി അവിശുദ്ധ ബന്ധം CPIMനെ സംബന്ധിച്ചിടത്തോളം ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾ പറഞ്ഞു, ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന മാധ്യമങ്ങൾ അത് തിരുത്തണം. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് ഞങ്ങളുടെ. പക്ഷേ ഇതേവരെ അത്തരം പ്രചരണം നടത്തിയിട്ടുള്ള ഒരാളും തിരുത്തിയിട്ടില്ല. അങ്ങനെ തിരുത്താതെ കാര്യങ്ങൾ നിയമപരമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. എന്തു പറഞ്ഞാലും അതെല്ലാം സമൂഹം കേൾക്കും, അനുസരിക്കും എന്ന ധാരണ തെറ്റാണ്. അത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള നിയമസാധ്യത നിയമപരമായിട്ട് തന്നെ തേടും എന്ന് തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യും. 2024 നവംബർ 26 ചൊവ്വാഴ്ചയാണ് ഇത് സംബന്ധിച്ച് വാർത്ത മലയാള മനോരമ കൊടുക്കുന്നത്. 11ാമത്തെ പേജിൽ ഏറ്റവും അവസാനം 3 കോളം വാർത്ത. ആ 3 കോളം വാർത്ത പറയുന്നത് ഇങ്ങനെയാണ്: തദ്ദേശ ഭരണത്തിൽ ഇരുമുന്നണികളും പിന്തുണ തേടി, UDF സഹകരണം 7ഇടത്ത്, LDF കൂട്ട് 4ഇടത്ത് എന്ന്. LDF 4ഇടത്ത് SDPIയുമായും വെൽഫെയർ പാർട്ടി എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയുമായും സഖ്യമുണ്ടാക്കി ഭരണം നടത്തുന്നു, പഞ്ചായത്തിൽ ഭരണം നടത്തുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണം നടത്തുന്നു എന്നാണ് വാർത്ത. അത് ഏതൊക്കെ പഞ്ചായത്തുകളാണ് എന്നും മലയാള മനോരമ അക്കമിട്ട് പറയുന്നുണ്ട്. അതിൽ ഒന്ന് നഗരൂർ പഞ്ചായത്താണ്. SDPIയുടെ പിന്തുണയോടെ LDF ഭരണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന് കോട്ടാങ്ങൽ പഞ്ചായത്ത്, പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ പഞ്ചായത്ത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ SDPI വോട്ട് CPIMന് ലഭിച്ചു. പിന്തുണ വേണ്ടെന്നറിയിച്ച് 2 തവണയും അവർ സ്ഥാനം രാജിവെച്ചു. 3ാം തവണയും SDPI CPIMനെ പിന്തുണച്ചു. അത് സ്വീകരിച്ച് CPIM ഭരിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. എന്ന് വെച്ചാൽ 2 തവണ പിന്തുണച്ചു, രാജിവെച്ചു. 3ാം തവണയും വീണ്ടും ഇലക്ഷൻ വന്നു, തെരഞ്ഞെടുപ്പ് വന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അപ്പോഴും SDPI പിന്തുണച്ചു. അപ്പോൾ രാജിവെച്ചു കഴിഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥി പ്രസിഡന്റാകും. അതാണ് പഞ്ചായത്ത് നിയമം. അതുകൊണ്ട് രാജിവെച്ചില്ല. അതിനെയും CPIM SDPI ബന്ധമായി ചിത്രീകരിച്ചിരിക്കുകയാണ് മലയാള മനോരമ. അതിനുശേഷം പത്തനംതിട്ട നഗരസഭ. ഇരു മുന്നണികൾക്കും തുല്യ സീറ്റുള്ള ഇവിടെ SDPIയുടെ 3 അംഗങ്ങൾ LDFുമായി സഹകരിക്കുന്നു എന്നാണ് വാർത്ത. അങ്ങനെ 4ഇടത്താണ് CPIM LDF SDPIയുമായി സഹകരിക്കുന്നു എന്ന് മലയാള മനോരമ പറയുന്നത്. അതേസമയം 7ഇടത്ത് SDPIയുമായും വെൽഫെയർ പാർട്ടിയുമായും UDF, കോൺഗ്രസും മുസ്ലിം ലീഗും സഹകരിക്കുന്നു എന്ന് കൃത്യമായും ഈ വാർത്തയിൽ പറഞ്ഞു വെക്കുന്നുമുണ്ട്. അത് സംബന്ധിച്ച് ഒരു പ്രതികരണവും ഇതുവരെയും UDF നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സത്യമാണ്. UDF SDPIയുമായി ബന്ധപ്പെട്ട് ഭരിക്കുന്നുണ്ട് എന്നത് സത്യമാണ് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാണ്. കാരണം അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം പറയണ്ടേ, അതല്ലെങ്കിൽ SDPI നേതാക്കൾ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം പറയണ്ടേ. എന്നാൽ CPIM കൃത്യമായും തൊട്ടടുത്ത ദിവസം തന്നെ പ്രസ്താവന ഇറക്കി, ഇത് പൂർണ്ണമായും കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അത് തലക്കെട്ട് ഇങ്ങനെയാണ്. CPIMന്റെ വെബ്സൈറ്റിൽ പോയാൽ, ഫേസ്ബുക്ക് പേജിൽ പോയാൽ നമുക്ക് ഈ പ്രസ്താവന കാണാൻ കഴിയും. അതിൽ പറയുന്നു, LDF തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് ഭരിക്കുകയാണെന്ന പ്രചാരണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ എണ്ണി പറയുകയാണ്. മലയാള മനോരമ ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച വാർത്തകൾക്ക് യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല.
പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ LDF-ന് 10 UDF-ന് 8 അംഗങ്ങളാണുള്ളത്. മറ്റ് രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വൈസ് പ്രസിഡന്റ് മരണപ്പെട്ടതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലും LDF 9 വോട്ട് നിലനിർത്തുകയുണ്ടായത്. SDPI ആകട്ടെ ഒറ്റയ്ക്ക് മത്സരിച്ച് 3 വോട്ട് നേടുന്ന നിലയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥലത്തെയും ഈ 3 പഞ്ചായത്തിലും ഒരു നഗരസഭയിലും എന്താണ് നടന്നത് എന്ന് കൃത്യമായും വ്യക്തമാക്കുന്ന ദീർഘമായ ഒരു പ്രസ്താവനയാണ് ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് CPIM പുറത്തിറക്കിയത്. എന്നാൽ ആ വാർത്തയ്ക്ക് എന്ന് വെച്ചാൽ CPIM-ന്റെ നിഷേധക്കുറിപ്പിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ഈ വാർത്ത തിരുത്താതെ ആ വാർത്തയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് കേസ് നൽകും എന്ന് പറഞ്ഞത് CPIM സംസ്ഥാന സെക്രട്ടറിയാണ് സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ കേരള ചരിത്രത്തിൽ മറ്റൊരു സംഭവമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി, ഭരണകക്ഷിയായ രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമത്തിനെതിരെ, ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രത്തിന് എതിരെ കേസ് കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്നത് വളരെ വലിയ വാർത്തയാണ്. ഏതായാലും അത് കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു ചരിത്രം രേഖപ്പെടുത്തും, ചരിത്രമായി മാറും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഏതായാലും CPIM തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു, കേസ് കൊടുക്കും എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഏതെങ്കിലും ഒരു നേതാവ് വെറുതെ പറയുന്നതല്ല. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി തന്നെ മാധ്യമങ്ങളോട് പറയുന്നതാണ്, ചോദ്യത്തിന് ഉത്തരമായി പറയുന്നതല്ല. പറയുന്നത് തീരുമാനം പറയുന്ന ഭാഗത്താണ്. എന്തൊക്കെയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം എന്ന് പറയുന്നിടത്താണ് ഇക്കാര്യം പറയുന്നത് എന്നതും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് CPIM ഇക്കാര്യം കാണുന്നത് എന്ന് തെളിയിക്കുന്നു. അതോടൊപ്പം തന്നെ CPIM-നെതിരെ നിരന്തരം കള്ളവാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനും ഇതിലൂടെ CPIM ലക്ഷ്യമിടുന്നുണ്ട്.